ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ജീവിത ഭാര ചുമടുകളാലെ അവൻ ചുമന്നെന്നെ പുലർത്തിടുന്നു. ജീവിത ഭാര ചുമടുകളാലെ അവൻ ചുമന്നെന്നെ പുലർത്തിടുന്നു. ആകയാലാകുലമില്ലെനിക്കില്ല, ആനന്ദമായൊരു ജീവിതമാ. ആകയാലാകുലമെന്നെനിക്കില്ല, ആനന്ദമായൊരു ജീവിതമാ. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. അറിഞ്ഞവൻ എന്നെ കരുതിയിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ. അറിഞ്ഞവൻ എന്നെ കരുതിയിടുമെന്നും അരുമയിൽ കാത്തിടും ചിറകടിയിൽ. പാരിലെ ജീവിതയാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. പാരിലെ ജീവിതയാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. ആണികളേറ്റ പാണികളാലെ അനുദിനം അവൻ എന്നെ നടത്തിയിടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 13 അധ്യായം എൻ്റെ 1 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു കടപ്പുറത്ത് മുക്കുവൻ താൻ പിടിച്ച ഞണ്ടുകളെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ ബക്കറ്റിന് അടപ്പില്ലായിരുന്നു. ഇത് കണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു പക്ഷി മുക്കുവനോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, ഈ ബക്കറ്റിന് അടപ്പില്ലല്ലോ, ഈ ഞണ്ടുകൾ എല്ലാം പുറത്തു ചാടി രക്ഷപ്പെടുകയില്ലേ? മുക്കുവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സുഹൃത്തെ, ഇതിലൊരു ഞണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ള ഞണ്ടുകൾ അതിൻ്റെ കാലെ പിടിച്ച് താഴെയിടും. ആരെയും അവർ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. മുക്കുവൻ്റെ വാക്കിനെ വിശ്വസിക്കാതെ പക്ഷി ബക്കറ്റിലേക്ക് നോക്കി നിന്നു. ഇതിനിടയിൽ ബക്കറ്റിൽ വലിയ ബഹളം നടക്കുകയായിരുന്നു. ഒരു വലിയ ഞണ്ട് വളരെ പരിശ്രമിച്ച് ബക്കറ്റിൻ്റെ വക്ക് വരെ എത്തിയിരുന്നു. വിശാലമായ ആകാശം, കടലും അതിൻ്റെ തൊട്ടു മുമ്പിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എത്രയും പെട്ടെന്ന് ഈ ബക്കറ്റിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാമല്ലോ എന്ന് ചിന്തിച്ചു. പെട്ടെന്ന് ബക്കറ്റിൽ കിടന്ന 2 ഞണ്ടുകൾ ഇതിൻ്റെ കാലിൽ പിടിച്ച് എന്നിട്ട് പറഞ്ഞു, നീ മാത്രം പോകണ്ട, ഞങ്ങളോടൊപ്പം നീ ഇവിടെ കിടന്നാൽ മതിയെന്ന്. അവരുടെ ഭാവം കയറാൻ ശ്രമിച്ച ഞണ്ട് വീണ്ടും പടുകുഴിയിലേക്ക് വീണു. ഇത് കണ്ട് നിന്ന പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ ഞണ്ടുകളെ പോലെ ആകരുത്. ഒരാൾ ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ താഴേക്കിടാൻ ശ്രമിച്ചാൽ അവർക്ക് തന്നെ നാശം വരുത്തുന്നതായിരിക്കും. മറ്റൊരാൾക്ക് കിട്ടുന്ന വിജയത്തിൽ അസൂയപ്പെടാതെ അവരെ അനുമോദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് പിന്നത്തേതിൽ അവർക്കും അനുഗ്രഹമായിരിക്കും. അതുപോലെ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നവരെ തങ്ങളുടെ പഴയ സ്ഥിതിയിലേക്ക് തള്ളിയിടുവാൻ ശത്രുവായ സാത്താൻ അശ്രാന്ത പരിശ്രമം ചെയ്യും. എന്നാൽ അതിനെ അതിജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ഒരു ചെറിയ ചിന്ത ഓർപ്പിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും അടിസ്ഥാനമാക്കി ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധിക്കുന്നത്. അത് എങ്ങനെ സാധിക്കും എന്ന് നോക്കാം. പ്രാർത്ഥനാ ജീവിതം ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. കൂടെ ജീവിതയാത്രയിൽ ഇടറിപ്പോകാതെയും വഴുതിപ്പോകാതെ ഇരിക്കുവാൻ ദൈവവചനം ധ്യാനം വളരെ അത്യന്താപേക്ഷിതമാണ്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമായിരിക്കും. അടുത്തത് ആണ് 1 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ.
12-ാം വാക്യത്തിൽ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അടുത്തതായി താഴ്ച എന്ന വിഷയമാണ്. യേശു ക്രിസ്തു താഴ്മ ധരിച്ചവനായിരുന്നു. സെഖര്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. അത് ആണ് താഴ്മയെ കാണിക്കുന്നത്. മറ്റൊന്ന്, യേശുക്രിസ്തുവിൻ്റെ മാതൃക സ്വീകരിക്കണം. നിസ്വാർത്ഥമായ സ്നേഹം, പാപത്തോട് വിട്ടുനിൽക്കാൻ, മറ്റുള്ളവരെ സേവിക്കുവാനുള്ള സന്നദ്ധത എന്നിവ നാം ഏറ്റെടുക്കണം. പ്രാർത്ഥനയും ആശ്രയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവവുമായി നിരന്തരം ആശയവിനിമയം നടത്തിയെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തെ അന്വേഷിക്കണം. പാപം ചെയ്യാതെ ഇരിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ കാത്തുകൊള്ളണം. അത് അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ സാധിക്കും. സ്നേഹവും ക്ഷമയും നമ്മുടെ മുഖമുദ്രയായി ഏറ്റെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അഹങ്കാരം പടിഞ്ഞ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാനും ദരിദ്രന്മാരെയും കഷ്ടപ്പെടുന്നവരെയും സഹായിപ്പാൻ പ്രേരണ ലഭിക്കുകയും ചെയ്യും. വിശ്വാസത്തിന് അടിയുറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ ജീവിതം നയിക്കുമ്പോഴാണ് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമാകുന്നത്. നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാൻ ആർക്ക് സാധിക്കുമോ അവർക്ക് ദൈവത്താൽ പുകഴ്ച ലഭിക്കും. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഞാനോ കുറയണം, അവനോ വളരണം. ഈ മനോഭാവം യോഹന്നാനുണ്ടായപ്പോൾ യേശു യോഹന്നാനെക്കുറിച്ച് പറഞ്ഞത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഈ സാക്ഷ്യം പ്രാപിപ്പാൻ ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.